നമസ്കാരം. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കും. പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഉള്ള സമയത്ത് ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുള്ളത് സ്വർണ്ണമായിരുന്നു. എന്നാൽ 2026-ൽ ആസ്തി അല്ലെങ്കിൽ അസറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഒരുപാട് മാറിയിരിക്കുന്നു. എന്താണ് ഇന്നത്തെ കാലത്തെ ഈ ഒരു അസറ്റ് എന്ന് പറയുന്നത്? ഈ അസറ്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും? ഒരു സമ്പന്നമായ സാമ്രാജ്യം നിങ്ങൾക്ക് എങ്ങനെ ഈ അസറ്റുകളിലൂടെ കെട്ടിപ്പടുക്കാൻ സാധിക്കും? ആ അസറ്റുകൾ ഓരോന്നോരോന്നായി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ല, പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാവുന്നിടത്തോളം അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി, അല്ലെങ്കിൽ സ്വർണം, വജ്രം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും വീടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ അറിവിലുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ആസ്തികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ എന്താണ് ചെയ്യുക? ഈ വീടും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വാടകയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ പണയത്തിന് കൊടുക്കും. അതും അല്ലെങ്കിൽ ഇനി പൈസ ആണെന്നുണ്ടെങ്കിൽ നമ്മളതെടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. സേവിങ്സ് അക്കൗണ്ടിൽ പണം സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്ക് നിങ്ങൾക്കൊരു ലോൺ തരികയാണെങ്കിൽ അവർ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആണ് അതിൽ നിന്ന് ഈടാക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ 10% മുതൽ 13% വരെ ബാങ്ക് അതിൽ നിന്ന് പലിശ ഈടാക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ പക്കൽ നിന്ന് FD ആയിട്ട് പണം സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് ലോൺ ആയിട്ട് ബാങ്ക് കൊടുക്കും. നിങ്ങൾക്ക് FDക്ക് ഒരു 6%, 7%, മാക്സിമം ഒരു 8% ഇൻട്രസ്റ്റ് തരും. പുറത്ത് അവർ ലോണിന്റെ ഇൻട്രസ്റ്റ് ആയി അതേ പണം 10 മുതൽ 13% വരെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊടുക്കുന്നത്. സോ ബാങ്കിന്റെ ഈ ഒരു ഐഡിയോളജി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 6 അസറ്റ്സ് പറയേണ്ട ഞാൻ എന്തിനാ ബാങ്കിനെ കുറിച്ച് പറയുന്നത്? ഈ ഒരു മണി സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സമ്പാദ്യം വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് അവിടെ എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പണം സേവിങ്സ് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ഒരു 2% കിട്ടുമായിരിക്കും. ഇനി അതേ പണം നിങ്ങൾ FD ഇട്ടിടുകയാണെങ്കിൽ മാക്സിമം ഒരു 6%. എന്നാൽ ഇതേ പണം ഉപയോഗിച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന 6 ആസ്തികൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടുമെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിൽ ഒന്നാമതായി വരുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണ്ണവും വെള്ളിയും. നമ്മൾ പൂർവികർ തൊട്ട് നമുക്ക് കൈമാറി വരുന്ന ഒരു പൂർവിക സ്വത്ത് എന്നൊക്കെ പറയാം. അതായിരിക്കും ചില ആളുകൾക്കൊക്കെ സ്വർണ്ണം എന്ന് പറയുന്നത്. നമ്മുടെ അമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ കയ്യിലുള്ള ഈ ഒരു മാല അവരുടെ അമ്മ കൊടുത്തതാണ്, അതല്ലെങ്കിൽ അവരുടെ അമ്മായിമ്മ കൊടുത്തതാണ്. ഇനി നമ്മുടെ അമ്മമ്മമാരോട് ചോദിച്ചാൽ അവർ പറയും ഇത് മുത്തശ്ശിയുടേതാണ്. ലൈക്ക് അങ്ങനെ തലമുറകൾ കൈമാറി വരുന്ന ഒരു വലിയൊരു അസറ്റാണ് ഈ സ്വർണ്ണം എന്ന് പറയുന്നത്. ഈ ഒരു സ്വർണ്ണത്തിന്റെ അസറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതൊരു പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലാണ്. നമുക്ക് വീട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന നല്ലൊരു ലോഹമാണ്. ഫിസിക്കലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായ ഒരു ലക്ഷ്യം, സ്വർണ്ണം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പ്രശ്നം വരികയോ ഇപ്പം കോവിഡ് പോലെയുള്ള എന്തെങ്കിലും സാഹചര്യമൊക്കെ വരുമ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെയോ അല്ലേ, ആ സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഇപ്പം നാട്ടിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാലോ നമ്മുടെ അടുത്ത് കയ്യിലുള്ള സമ്പാദ്യമൊക്കെ ചിലപ്പം തീർന്നു പോകുമായിരിക്കും. ജോലിയില്ലാത്ത സാഹചര്യം വരും, അടിയന്തരാവസ്ഥ വരും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു വലിയൊരു മൂല്യമുള്ളൊരു ലോഹമാണ് സ്വർണ്ണം എന്ന് പറയുന്നത്. സ്വർണ്ണം എന്ന് പറയുന്നത് നമുക്ക് മാസ വരുമാനം തരുന്ന ഒരു സാധനമല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇതിന്റെ മൂല്യം ഒരിക്കലും ഇടിഞ്ഞു പോവില്ല. ഇനി 1-2 മാസം ചെറുതായിട്ട് ഗോൾഡിന്റെ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇതിന്റെ റേറ്റ് കൂടുകയേ ഉള്ളൂ. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സ്വർണ്ണം വാങ്ങിയവർ ഈ 2026-ലെ വിലയുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിലയാണ് സ്വർണ്ണത്തിന് ഉയർന്നിരിക്കുന്നതെന്ന്. കഴിഞ്ഞ 2 മാസമായി സ്വർണ്ണത്തിന് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഇതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിന്റെ റിസ്ക് ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലോ ഇക്വിറ്റിയിലോ നമ്മൾ പൈസ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഏത് നിമിഷവും ഒറ്റയടിക്ക് താഴോട്ട് പോകാം, ചിലപ്പോൾ ഒറ്റയടിക്ക് മുകളിലോട്ട് പോകാം അല്ലേ. എന്നാൽ സ്വർണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു സ്വർണ്ണത്തിൽ കുറച്ച് പൈസ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ഡെഡ് മണി ആയിട്ട് കിടക്കുന്ന എമൗണ്ട് നിങ്ങൾ സ്വർണ്ണത്തിന്റെ മേലെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയില്ല. അത് വളരെ 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 കുറവാണ്. സോ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നിക്ഷേപിക്കാം. ഇനി ഇതിന്റെ ലിക്വിഡിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഹൈ. അതായത് നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് അത് കൊണ്ടുപോയിട്ട് ക്യാഷ് ആക്കാം. അത് വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് സെയിൽ ആവുമോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ഇല്ല. നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ കൊണ്ടുപോയിട്ട് അത് വിൽക്കാനും അത് പണമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ
സ്വർണ്ണത്തിന് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ വിലക്കയറ്റത്തിൽ വരുന്ന സമയത്ത് ഈ സ്വർണ്ണത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേ വേണ്ട. കാരണം വിലക്കയറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വർണ്ണത്തിന്റെ വിലയും കൂടുകയുള്ളൂ. അപ്പം നിങ്ങൾക്കത് നല്ല ബെനിഫിറ്റ് ആയിട്ട് വരുള്ളൂ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ വിലക്കയറ്റത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് കൊണ്ടുപോയിട്ട് സെല് ചെയ്യാൻ സാധിക്കും. ഇനി സ്വർണ്ണം എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളത്, ഓക്കെ, അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോംസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗോൾഡ്, അതായത് നിങ്ങൾക്ക് ആഭരണമായിട്ടോ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ ആയിട്ടോ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പൈസ നിക്ഷേപിച്ച് അവിടെ വെക്കാൻ സാധിക്കും. ഇനി അതും അല്ലെങ്കിൽ ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, സൊവേർജിയൻ ഗോൾഡ് ബോണ്ട്, സിൽവർ ETF, ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണം അല്ലെങ്കിൽ സിൽവർ സൂക്ഷിക്കാൻ സാധിക്കും. ഇനി ആർക്കാണ് ഈ സ്വർണം എന്ന് പറയുന്ന ഈ ഒരു ലോഹം ഏറ്റവും കൂടുതൽ മികച്ചത്? ഷോർട്ട് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണോ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? അഫ്കോഴ്സ് ഇത് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ സ്വർണ്ണം വാങ്ങി നാളെ അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല. നേരെ മറിച്ച് നമ്മളൊരു 2 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ആ സ്വർണ്ണത്തിനെ ഒരു പണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ലാഭം അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതായത് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം വെൽത്ത് പ്രിസർവേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇനി അതിന്റെ ഒരു ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അതെന്താന്ന് പറയുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ബിഗസ്റ്റ് ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഡസ് നോട്ട് ജനറേറ്റ് റെഗുലർ ക്യാഷ് ഫ്ലോ. നമുക്ക് അതിൽ നിന്ന് ഒരു മാസ വരുമാനം അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ലോഹമാണ് സ്വർണം അഥവാ സിൽവർ എന്ന് പറയുന്നത്. രണ്ടാമതായി നമുക്ക് പറയാം റെന്റൽ എക്യുപ്മെന്റ്, അഥവാ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ. സ്വർണം പോലെ തന്നെ മൂല്യമുള്ള എന്നാൽ മാസാമാസം കൃത്യമായിട്ട് നമുക്കൊരു വരുമാനം തരുന്ന രീതിയിലുള്ളൊരു അസറ്റാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്വന്തം വീട് കെട്ടി അത് വാടകയ്ക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് മാസ വരുമാനം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അത് തെറ്റാണ്. അതിനപ്പുറം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഓട്ടോറിക്ഷയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാടകയ്ക്ക് കൊടുത്ത്, അതായത് ഊബർ അതുപോലെ ഓല പോലുള്ള സർവീസുകൾക്ക് വാടകയ്ക്ക് കൊടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള വലിയ സിറ്റികളിലൊക്കെ നമുക്ക് വിചാരിച്ച സ്ഥലത്ത് വീട് കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ്. അപ്പോൾ ആ സമയത്ത് ദൂരെ നിന്നൊക്കെ ആയിട്ടും ആളുകൾ ഓഫീസിലേക്ക് വരുന്നത്. അപ്പം മെട്രോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ റെന്റിന് എടുക്കും. കാരണം നമ്മൾ പെട്രോളൊന്നും അടിക്കേണ്ടല്ലോ, നമ്മൾ ചാർജ് ചെയ്താൽ മതി. ഒപ്പം ഒരു 5,000 അല്ലെങ്കിൽ 6,000 7,000 സംതിങ് റുപ്പീസ് നമ്മൾ മന്ത്ലി ഒരു റെന്റ് ആയിട്ട് കൊടുത്താൽ മതി. സോ വർഷത്തിൽ ആ ഒരു 5,000 6,000 വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 72,000 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വണ്ടി വാങ്ങുന്ന പൈസ തന്നെയുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇങ്ങനെ വണ്ടി കിടക്കുകയാണെങ്കിൽ ഈ ഒരു റെന്റൽ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു മാസ വരുമാനം കിട്ടുകയും ചെയ്യും. കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച് നിങ്ങളൊരു വീടുണ്ടാക്കി അതൊരു 10,000 രൂപ 20,000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും എത്രയോ മികച്ച ഓപ്ഷനാണ് ഈ ഒരു റെന്റൽ ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ ഒരു അസറ്റ് ടൈപ്പ് പറയുകയാണെങ്കിൽ ഇത് ഇൻകം ജനറേറ്റിംഗ് ഫിസിക്കൽ അസറ്റാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാസാമാസം വരുമാനം തരുന്ന ഒരു ഫിസിക്കൽ ഒരു ആസ്തിയാണ് ഈ ഒരു റെന്റൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ മാസത്തിൽ നമുക്ക് ഇതിൽ നിന്ന് റെന്റ് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു അസറ്റിൻ്റെ റിസ്ക് ലെവൽ പറയുകയാണെങ്കിൽ റിസ്ക് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതായത് വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ലെവൽ പറയുന്നത്. പക്ഷേ അത് വാടകയ്ക്ക് എടുക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. സോ നമുക്ക് അത് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു അസറ്റ് വിറ്റ് പൈസയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സാധ്യത കുറവാണ്. കാരണം സ്വർണ്ണം പോലെ നമ്മൾ പെട്ടെന്ന് വിറ്റ് പൈസയാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. ഇതിന് നല്ല സമയം എടുത്തിട്ട് നമുക്കത് സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി സെല്ല് ചെയ്താൽ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു ഇൻകം നമുക്കതിന് കിട്ടുമോ എന്നുള്ളതും സംശയമാണ്. അതൊരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് ആവും അല്ലേ. സോ ആ ഒരു വ്യത്യാസം ഇതിലുണ്ട്. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് റെന്റിന് കൊടുക്കാൻ സാധിക്കാൻ നോക്കിയാലോ. ദാറ്റ് ഈസ് ഓട്ടോറിക്ഷ, ടാക്സി അല്ലെങ്കിൽ EV ഫ്ലീറ്റ്, ലോണ്ടറി മെഷീൻസ്. നമുക്കറിയാം ഇപ്പോൾ ബാംഗ്ലൂർ മുംബൈ പോലത്തെ സ്ഥലത്തൊക്കെ ഒരുപാട് ലോണ്ടറി ഷോപ്സ് ഉണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് ലോണ്ടറി മെഷീൻസ് വേണം. സോ അത് നമുക്ക് റെന്റലായിട്ട് കൊടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കത് വാങ്ങി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ദിവസത്തിന്, അതും മാസമൊന്നുമല്ല, നമുക്ക് ദിവസക്കണക്കിന് ഒരു ഇൻകം വരുന്ന രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങി നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 50,000 60,000 രൂപ മതി അങ്ങനെ വണ്ടി വാങ്ങാൻ. അതിലൂടെ നമുക്ക് ഇങ്ങനെ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മാസം ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും ഇതിൽ നിന്നുള്ള ഇൻകം കൃത്യമായിട്ട് വരും എന്നുള്ളതാണ്. സോ നമ്മൾ എപ്പോഴും അസറ്റ് വാങ്ങാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ നിക്ഷേപിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഹെൽത്തിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ഞാൻ സംസാരിക്കുന്ന മറ്റൊന്നിനെയും പറ്റിയല്ല, ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസിനും പറ്റിയാണ്. ഒരു 400-500 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ലഭ്യമാണ്. ടേം ഇൻഷുറൻസ് ആണെങ്കിൽ വെറും 400-500 രൂപ മാത്രം മതി. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഉണ്ട്.
കോടികൾ നിങ്ങൾക്ക് കവറേജ് ലഭിക്കും. അതിനോടൊപ്പം തന്നെ 15% ഡിസ്കൗണ്ട് കിട്ടും. പോളിസി ബജാറിൽ ഈ ഒരു ടേം ഇൻഷുറൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് വെറും 400-500 രൂപ മാത്രം പ്രീമിയത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 25% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും, ഒപ്പം കോടികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ടോപ്പിക്കിലേക്ക് വരാം. ഇനി മൂന്നാമത്തെ ഒരു അസറ്റ് പറയുകയാണെങ്കിൽ ലെവറേജിങ് അതർ പീപ്പിൾസ് ബ്രെയിൻ, അതായത് മറ്റുള്ളവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക. എനിക്ക് വലിയ കഴിവുകളോ സ്കില്ലോ ഒന്നുമില്ല, പക്ഷെ ബിസിനസ് എങ്ങനെ ചെയ്യണം, പണം എവിടെയുണ്ടെന്ന് എനിക്കറിയാം, അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണിത്. അതായത് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു സാങ്കേതിക കഴിവ് നിങ്ങൾക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം, എങ്ങനെ അത് കോണ്ടന്റ് ചെയ്യണം എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയില്ല, അതുപോലെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ ഒരു ക്യാമറാമാൻ, ഒരു എഡിറ്റർ, മുൻപിൽ നിന്ന് സംസാരിക്കാൻ ഒരു ആങ്കർ, ഇവരൊക്കെ നിങ്ങൾക്ക് ഹയർ ചെയ്ത് കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ബിസിനസ് ചെയ്യാൻ വലിയ പണം വേണം, അത് നമുക്ക് സെറ്റ് ആവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ബട്ട് മറ്റുള്ളവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ഇപ്പം ഇതുപോലെയുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഈ ഒരു അസറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. അവിടെ മനുഷ്യരുടെ കഴിവുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദഗ്ധരുടെ കഴിവുകൾ നമ്മൾ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പേ ചെയ്തിട്ട് അത് നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? അതായത് നിങ്ങൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത്, നമുക്കൊരു 2 പേരെ വെച്ച് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ലാഭം വരുന്നത്. 10 ദിവസം നിങ്ങൾ എടുക്കേണ്ട വർക്ക് 2 ദിവസം കൊണ്ട് എടുക്കുന്നു. സോ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് ഇവിടെ വെറും 10 ദിവസം കൊണ്ട് എടുക്കാൻ സാധിക്കും. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു റിസ്ക് ലെവലിനെ പറ്റി സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസ്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബിസിനസിന്റെ ആ ഒരു കയറ്റിറക്കത്തിനെ ആശ്രയിച്ചിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കുറച്ച് വേണ്ട ആളുകളെ ഹയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. ഇനി ഇത് ആർക്കൊക്കെയാണ് അനുയോജ്യം എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഓൺടർപ്രണേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്, നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു അസറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. ഒപ്പം വിദഗ്ധരുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ അതിന് പേ ചെയ്യണം, എന്നാൽ ആ കഴിവുകൾ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് നമുക്ക് ലാഭം വരുത്താം. ഫോർത്ത് വൺ, ഡിജിറ്റൽ നോളജ്. അതായത് നിങ്ങൾക്ക് കോഡിങ്ങോ അല്ലെങ്കിൽ ജേർണലിസോ എഡിറ്റിങ്ങോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്ത് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു അസറ്റിന്റെ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഭൗതിക സ്വത്താണ്. അതായത് ആർക്കും നിങ്ങളുടെ അടുത്ത് തട്ടിയെടുക്കാനും സാധിക്കില്ല. നിങ്ങൾക്കുള്ള കഴിവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെയാണ് നമ്മളിവിടെ അസറ്റ് ആയിട്ട് കാണുന്നത്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അറിവിനെ പൈസയാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്? നമുക്ക് യൂട്യൂബിലൂടെ ഉണ്ടാക്കാം, അതുപോലെ എന്തെങ്കിലും കോഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാക്കാം, ഇ ബുക്കുകൾ, ഫ്രീലാൻസിങ്, അങ്ങനെ നിങ്ങളുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു മികച്ച പാസീവ് ഇൻകം തരുന്നൊരു അസറ്റാണ്. അതായത് നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഇനി ഒരു റെഗുലർ ബേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ഒരു റിസ്ക് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ലോ ആണ്, കാരണം നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഓർമ്മശക്തി നിങ്ങളുടെ അടുത്തുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, കാരണം നിങ്ങൾ അങ്ങോട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിലും ഇവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും എന്തെങ്കിലും ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിലും അത് അത്ര ഒരു എക്സ്പെൻസീവ് ആയിരിക്കില്ല. ഇതിന്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ can earn 24/7 without physical presence. നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിലും 24/7 നമുക്ക് അവിടെ നമ്മുടെ ആ ഒരു വർക്ക് അവിടുന്ന് പൈസ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ 5ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് റീറ്റ്സ്. മറ്റ് ആസ്തികൾ, ഞാനിപ്പോൾ പറഞ്ഞ ബാക്കി 4 ആസ്തികൾ തരാത്ത വലിയൊരു മൂല്യം നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് തരും. റിയൽ എസ്റ്റേറ്റ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ രണ്ടാമത് പറഞ്ഞ ഈ റീറ്റ്സ് എന്ന് പറഞ്ഞ പദം ഉണ്ടല്ലോ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടികൾ വിലയുള്ള വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിൽ നമുക്ക് നേരിട്ട് നിക്ഷേപിക്കാൻ കഴിയില്ല എങ്കിൽ ജസ്റ്റ് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ കൊടുത്ത് അതിൽ നിക്ഷേപിക്കാൻ റീറ്റ്സ് നിങ്ങളെ സഹായിക്കും. അതിൽ നിന്ന് വരുന്ന ലാഭം നമുക്ക് വരുമാനമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. സോ വലിയ വലിയ പ്രൊജക്ടുകളിൽ പൈസ ഇല്ലാന്ന് കരുതി നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഇതിന്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്ന് നമുക്കറിയാം, കെട്ടിടങ്ങളും അതുപോലെ ഭൂമിയുമാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് റെന്റൽ ഇൻകം കിട്ടുകയും ചെയ്യും. കൂടാതെ അതിന്റെ മൂല്യം, ഇപ്പോൾ ഒരു സ്ഥലമോ വീടോ വാങ്ങുകയാണ്, അതിന്റെ മൂല്യം അന്നന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അങ്ങനെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. സോ വാടക വഴി നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. അതിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി ഇതൊരു പാസീവ് ഇൻകം തരുമെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് തരും. ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഇപ്പോൾ സേ നിങ്ങൾക്കൊരു ഭൂമി ഉണ്ട്, അത് സിറ്റീൻ്റെ ഏകദേശം കുറച്ചൊരു സൈഡിലാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പാർക്കിംഗ് പ്ലോട്ടാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാസം ഒരു പൈസ വരും. ഇനി ഇതിന്റെ റിസ്ക് ലെവൽ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ്. ലൈക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആധാരങ്ങളും മറ്റ് പേപ്പറുകളൊക്കെ ക്ലിയർ ആണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു അസറ്റാണിത്. പിന്നെ ഭൂകമ്പം പോലുള്ള വലിയ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി ഇല്ലാത്തടത്തോളം കാലം നമ്മൾ സേഫ് ആണ്. ഇനി ലിക്വിഡിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വാങ്ങുകയാണെങ്കിൽ അതിന്
അതിന്റെ ലിക്വിഡിറ്റി നമുക്ക് കുറവാണ് അറിയാം. ആൻഡ് റീറ്റ്സിന് കുറച്ചും കൂടി അത് കൂടുതലാണ്. ആൻഡ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റീറ്റ്സിന് 500 രൂപ മുതൽ 1000 രൂപ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കും. എന്നാൽ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അതിന് ലക്ഷങ്ങൾ വേണം. അതാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ ഇത് നടക്കുള്ളൂ. ഇന്ന് പ്രോപ്പർട്ടി വാങ്ങി നാളെ ജനറേറ്റ് ചെയ്യണമെന്ന് നടക്കില്ല. ഒരു ലോങ് ടേമിലേക്കാണ് ഈ ഒരു അസറ്റ് നമുക്ക് ഉപകാരപ്പെടാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്കറിയാം ഇതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ആണ്. നമ്മളെല്ലാവരും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ചെറിയ ചെറിയ പൈസകളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മാർക്കറ്റിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഇതിനെ ബാധിക്കും. സോ കൃത്യമായ വിവരവും ഇതിനെ പറ്റിയിട്ടുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ നിക്ഷേപിക്കരുത് എന്നല്ല, ദീർഘകാല അടിസ്ഥാനത്തിൽ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ല. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ള അറിവുണ്ടാകണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്? നമ്മൾ മാർക്കറ്റിൽ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പണം അവിടെ നിന്ന് ഗ്രോ ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ പൈസയെ ഡിവിഡൻഡ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഷെയർസിന്റെ ലാഭം എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇൻകം കിട്ടുകയും ചെയ്യും. സോ മാർക്കറ്റിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാൽ അത് അറിവില്ലാതെ നമ്മൾ വേഗം വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി മറ്റെന്തെങ്കിലും ഷെയർസിലേക്ക് ഇടുക എന്ന് ചെയ്യുകയാണെങ്കിൽ കാര്യമില്ല. നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല റിട്ടേൺസ് ലഭിക്കുകയുള്ളൂ. റിസ്ക് ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഹൈ തന്നെയാണ്. അത് അറിവില്ലാതെ നമ്മൾ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയുള്ളൂ. ആൻഡ് ഇതിന്റെ ഒരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ അതും ഓൾസോ ഹൈ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വിൽക്കാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. ആൻഡ് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ 6 അസറ്റ്. നമ്മൾ ചർച്ച ചെയ്തതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം ഒരു നല്ലൊരു അസറ്റാണ് അല്ലെങ്കിൽ നമുക്ക് വെൽത്ത് ക്രിയേഷന് പറ്റിയ കുറേ ആസ്തികളാണ് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ഈ ആസറ്റ്സിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു ലാഭം ചെയ്യാൻ സാധിക്കും. സോ കാലത്തിനനുസരിച്ച് നമ്മളുടെ അസറ്റിൽ നിക്ഷേപിക്കുന്ന രീതിയും എല്ലാം മാറേണ്ടതുണ്ട്. ഇത് ഒരു പുതിയ അറിവ് എന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചത്. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. സോ ഇതുപോലെയുള്ള ഒരുപാട് നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.